ശശി തരൂർ എംപിയുടെ ജമ്മു കാശ്മീർ സന്ദർശനം വിവാദത്തിലാകുന്നു. കശ്മീരിലെത്തിയ ശശി തരൂർ സ്വന്തം പാർട്ടി നേതാക്കളെ കാണാതെ ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് ജമ്മു കാശ്മീർ കോൺഗ്രസ് വക്താവ് രവീന്ദർ ശർമ്മ ആരോപിച്ചു. കശ്മീർ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു എന്ന തരൂരിന്റെ പ്രസ്താവന അദ്ദേഹം തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞു. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അരവിന്ദ്, ഇതിനു മുൻപും നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചും കേന്ദ്ര സർക്കാരിന്റെ ചില നയങ്ങളെ പ്രശംസിച്ചുമൊക്കെ ശശി തരൂർ വിവാദത്തിലായിട്ടുണ്ട്. സമാന സ്വഭാവത്തിൽ തന്നെയാണ് കശ്മീരിലെത്തി ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന. തരൂരിന്റെ ഈ നീക്കത്തെ, അതായത് സ്വന്തം പാർട്ടി നേതാക്കളെ കാണാതെ ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തെയും അതോടൊപ്പം കശ്മീർ സാധാരണ നിലയിലായി എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയും കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? തരൂരിനെതിരെ മറ്റൊരു കുറ്റപത്രം വരാനുള്ള സാധ്യതയുണ്ടോ പാർട്ടിക്കകത്തുനിന്ന്? ശശി തരൂരിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ ജമ്മു കാശ്മീർ കോൺഗ്രസ് ആണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ശശി തരൂർ ശ്രീനഗറിലേക്ക് എത്തുകയും ആ സന്ദർശന വേളയിൽ ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മനോജ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം എക്സിൽ ഒരു പോസ്റ്റും ശശി തരൂർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ജമ്മു കാശ്മീർ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിൽ സന്തോഷം വന്നതാണ് ശശി തരൂർ ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ജമ്മു കാശ്മീർ കോൺഗ്രസ് നേതാക്കളടക്കം വലിയ അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം ജമ്മു കാശ്മീരിലേക്ക് തരൂർ എത്തുമ്പോൾ തങ്ങളെ കാണാൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തരൂർ തങ്ങളുടെ പ്രവർത്തകരെയോ നേതാക്കളെയോ കാണാൻ തയ്യാറായിട്ടില്ല. സാധാരണ ജനങ്ങളെ പോലും തരൂർ കണ്ടിട്ടില്ല എന്നതാണ് ജമ്മു കാശ്മീർ കോൺഗ്രസ് നേതാക്കളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം സംസ്ഥാന പദവിക്ക് വേണ്ടി കോൺഗ്രസ് നേതാക്കളടക്കം വലിയ പോരാട്ടം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തരൂർ ഈ നേതാക്കളെ കാണണമായിരുന്നു എന്നതാണ് ജമ്മു കാശ്മീരിലെ കോൺഗ്രസ് വക്താവ് അടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ തരൂരിന്റെ പ്രസ്താവന, പ്രധാനമായും ജമ്മു കാശ്മീർ സാധാരണ നിലയിലേക്ക് എത്തുന്നതിൽ സന്തോഷമെന്ന തരൂരിന്റെ പ്രസ്താവനയിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അല്പസമയം മുമ്പ് കോൺഗ്രസ് വക്താവ് പവൻ ഖേരയുടെ ഒരു പ്രതികരണം കൂടി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ശശി തരൂർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന മാറ്റുമെന്ന് കരുതുന്നു എന്നതാണ് പവൻ ഖേര ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ലഫ്റ്റനന്റ് ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തരൂർ ഈ ഒരു പ്രസ്താവന നടത്തിയത്. ലഫ്റ്റനന്റ് ഗവർണർ എല്ലാം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കാണും. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രസ്താവന തരൂർ നടത്തിയതെന്നാണ് പവൻ ഖേര ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ കശ്മീരിന്റെയും ജമ്മു കാശ്മീരിന്റെയും യഥാർത്ഥ സാഹചര്യം മനസ്സിലാകണമെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങളോട് സംസാരിക്കണം. തൊഴിലാളികളോടും യുവാക്കളോടും പണ്ഡിതന്മാരടക്കമുള്ളവരോട് സംസാരിച്ചാൽ മാത്രമാകും ജമ്മു കാശ്മീരിലെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാകൂ എന്നതാണ് പവൻ ഖേര ചൂണ്ടിക്കാണിക്കുന്നത്. ശശി തരൂർ വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുമായി സംസാരിച്ച ശേഷം തരൂർ ഈ അഭിപ്രായം മാറ്റുമെന്ന് കൂടി പവൻ ഖേര വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും 2 ദിവസം മുമ്പ് തന്നെ തരൂർ ഈ നാവികരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചിരുന്നു. ഇതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനം തരൂരിനെതിരെ ഉയർന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും തരൂരിന്റെ ജമ്മു കാശ്മീർ സന്ദർശനം കൂടി പാർട്ടിക്ക് തലവേദനയാകുകയാണ്. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്താൻ ഈ വിഷയത്തിൽ തയ്യാറായിട്ടില്ല. മുൻപും തരൂരിന്റെ മോദി പ്രശംസയിൽ വലിയ അതൃപ്തി കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ പിന്നീട് രാഹുൽ ഗാന്ധിയുമായെല്ലാം കൂടിക്കാഴ്ച നടത്തുകയും തന്റെ ഭാഗം തരൂർ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ തരൂരിന്റെ അടിക്കടിയുള്ള പ്രധാനമന്ത്രിയുടെ പ്രശംസയും കേന്ദ്ര സർക്കാർ പ്രശംസയടക്കം കോൺഗ്രസിന് തലവേദനയാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.